find the magnitude of two forces such that if they act at right angles, their resultant is root 10 Newton. But if they act at 60 degree, their resultant is root 13 Newton. അപ്പോൾ ക്വസ്റ്റിൽ പറയുന്നത് രണ്ട് ഫോഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്, റിസൾട്ടിൻ്റെ കാര്യവും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് പാരലോഗ്രാം ലോ വെച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണെന്ന്. ക്വസ്റ്റിൽ പറയുന്നത് എന്താണ്, രണ്ട് ഫോഴ്സ് ഉണ്ട്, രണ്ട് ഫോഴ്സും 90 ഡിഗ്രി വെച്ചിട്ടാണ് ആക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് തീറ്റാൻ്റെ വാല്യൂ 90 ഡിഗ്രി ആണ് എന്നുണ്ടെങ്കിൽ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് റൂട്ട് 10 ന്യൂട്ടൺ ആയിരിക്കും. അതേപോലെ തന്നെ ഇഫ് ദേ ആക്ട് അറ്റ് 60 ഡിഗ്രി, അതായത് തീറ്റാൻ്റെ വാല്യൂ 60 ഡിഗ്രി ആണ് എന്നുണ്ടെങ്കിൽ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് റൂട്ട് 13 ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. നമ്മുടെ ഫോഴ്സസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. വളരെ എളുപ്പമായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. രണ്ട് കണ്ടീഷൻസാണ് തന്നിരിക്കുന്നത്. ഈ രണ്ട് കണ്ടീഷനും വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് റിസൾട്ടൻ്റെ ഇക്വേഷൻ അറിയാമല്ലോ. എങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. ഫസ്റ്റിൽ എന്താണ്, നമ്മുടെ ഫോഴ്സ് പിയും ക്യൂ ആണെന്ന് തന്നെ ഇരിക്കട്ടെ. ഫസ്റ്റ് കേസിൽ റിസൾട്ടൻ്റ് റൂട്ട് 10 ആണ് അല്ലേ. ഇപ്പോൾ റൂട്ട് 10 ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് പി സ്ക്വയർ, പിയും ക്യൂ നമുക്ക് അറിയത്തില്ല, പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ. കോസ് തീറ്റയ്ക്ക് പകരം നമ്മൾ 92 കൊടുക്കാം കേട്ടോ, കോസ് 90. കോസ് 90 എന്ന് വെച്ചാൽ എത്രയാണ്, 0 ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു ടേം അങ്ങ് ക്യാൻസലായി പോവും. അതായത് റൂട്ട് 10 ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ നമുക്ക് കിട്ടും. ഇതിനെ നമുക്ക് സ്ക്വയർ ചെയ്യാം, രണ്ട് സൈഡ് നമുക്ക് സ്ക്വയർ ചെയ്യാം. അപ്പോൾ ഈ സ്ക്വയർ റൂട്ട് അങ്ങ് പൊക്കോളും. 10 ഈസ് ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ എന്ന് കിട്ടും. ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് മാർക്ക് ചെയ്യാം. നമുക്ക് അടുത്ത കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. അടുത്ത കണ്ടീഷൻ വെച്ചാൽ എന്താണ്, റിസൾട്ടൻറ്റിൻ്റെ വാല്യൂ 13 ആണ്, റൂട്ട് 13 ആണ്, തീറ്റേൻ്റെ വാല്യൂ 60 ആണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. സെക്കൻഡ് കേസാണിതെന്ന് പറയുന്നത്. അപ്പോൾ നോക്കി, റിസൾട്ടൻറ്റിൻ്റെ ആൻസർ എത്രയാണ്, റൂട്ട് 13 ആണ് അല്ലേ. അപ്പോൾ റൂട്ട് 13 ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് 60 എന്ന് വരും. കോസ് 60 എന്ന് വെച്ചാൽ എത്രയാണ്, 1/2 ആണ് അല്ലേ. കോസ് 60ക്ക് പകരം നമുക്കിവിടെ 1/2 ഇട്ട് കൊടുക്കാം. ഈ 2ഉം ഈ 2ൻ്റെ ക്യാൻസലായി പോകും. അപ്പോൾ നമുക്കിത് കിട്ടുന്നത് എങ്ങനെയാണ്, റൂട്ട് 13 ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് pq എന്ന് കിട്ടും. നമുക്ക് സ്ക്വയർ റൂട്ടിനെ മാറ്റാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡും നമുക്ക് സ്ക്വയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, 13 ഇസ് ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് pq എന്ന് കിട്ടും അല്ലേ. പക്ഷേ ഇക്വേഷൻ നമ്പർ 1 നമുക്ക് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ എത്ര നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, 10 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വാല്യൂ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അതായത് 13 ഈസ് ഈക്വൽ ടു 10 പ്ലസ് pq എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് pqൻ്റെ വാല്യൂ കിട്ടുന്ന എത്ര കിട്ടും, 13 മൈനസ് 10, അതായത് 3 എന്ന് കിട്ടും. അപ്പോൾ pqൻ്റെ വാല്യൂ 3 എന്ന് കിട്ടി. നമുക്കിപ്പോൾ രണ്ട് ഇക്വേഷൻസ് കിട്ടി അല്ലേ. പി ക്യൂ എന്ന് പറയുന്നത് 3 എന്നും കിട്ടി. ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുകയാണ്. പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ എന്ന് പറയുന്നത് 10 എന്നും കൊടുക്കുകയാണ്. ഇനി ഇതിനെ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് നമുക്കറിയാം അല്ലേ, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്താണെന്ന് നമുക്കറിയാം. എന്താണ്, അതേപോലെ തന്നെ നമുക്ക് പി പ്ലസ് ക്യൂവിൻ്റെ ഹോൾ സ്ക്വയർ എന്നുള്ള ഈ ഒരു ഇക്വേഷൻ നമുക്ക് എഴുതി നോക്കാം. എന്തായിരിക്കും, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്, എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. അതായത് പി സ്ക്വയർ പ്ലസ് 2pq പ്ലസ് ക്യൂ സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നമുക്കറിയാം. അതേപോലെ തന്നെ നമുക്കറിയാം പി മൈനസ് ക്യൂ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ നമുക്ക് എഴുതാം, പി മൈനസ് ക്യൂവിൻ്റെ ഹോൾ സ്ക്വയർ. അതായത് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്താണ്, എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ് അല്ലേ. അതേപോലെ തന്നെ നമുക്കിവിടെ എഴുതാമല്ലോ, പി സ്ക്വയർ മൈനസ് 2pq പ്ലസ് ക്യൂ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. ഇതൊരു ജനറൽ ഇക്വേഷനാണ്. നമുക്ക് ഈ ഒരു പിയും ക്യൂവും എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ നോക്കാം നമുക്ക്. ഇവിടെ നോക്കിക്കേ, ഈ ഒരു ഫസ്റ്റ് ഇക്വേഷനിൽ പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ എന്താണെന്ന് നമുക്കറിയാം അല്ലേ. എത്രയാണ്, 10 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയറിന് പകരം ഞാനിവിടെ 10 എന്ന് കൊടുക്കുകയാണ്. പ്ലസ് അടുത്തത് 2pq, 2 ഇൻറ്റു pq നമുക്ക് എത്രയാണെന്ന് അറിയാം, 3 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇൻറ്റു 3 കൊടുക്കുകയാണ്. അതായത്
10 പ്ലസ് 6 എന്ന് വരികയാണ്, അതായത് ഇത് 16 എന്ന് വരും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പി പ്ലസ് ക്യൂ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 16 എന്ന് കിട്ടി. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിലും ഞാൻ റൂട്ട് എടുക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പി പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു √16 എന്ന് കിട്ടും, അതായത് 4 എന്ന് കിട്ടും. √16 എന്ന് വെച്ചാൽ എന്താണ്? 4 ആണ്. അപ്പോൾ ഇതിനെ ഇക്വേഷൻ നമ്പർ 3 എന്ന് മാർക്ക് ചെയ്യുന്നു. അതേപോലെ തന്നെ ഇവിടെ നോക്കിക്കേ, ഇവിടെയും നമുക്ക് എഴുതാമല്ലോ. പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയറിന് നമുക്ക് എങ്ങനെ എഴുതാം? 10 എന്ന് എഴുതാം അല്ലേ? നമുക്ക് ഇക്വേഷൻ നമ്പർ 1 നിന്നും പി സ്ക്വയറും ക്യൂ സ്ക്വയറോട് ആഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടുക? 10 ആണ്. -2 ഇൻറ്റു പി ക്യൂ. പി ക്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ് അല്ലേ? അപ്പോൾ 2 ഇൻറ്റു 3, അതായത് 10 - 6, അതായത് 4 ആണ്. അപ്പോൾ പി മൈനസ് ക്യൂ ഹോൾ സ്ക്വയർ എത്ര ആണെന്ന് കിട്ടി? 4 എന്ന് കിട്ടി. അപ്പോൾ പി മൈനസ് ക്യൂവിനെ എങ്ങനെ എഴുതാം? രണ്ട് സൈഡിലും റൂട്ട് എടുക്കുക. പി മൈനസ് ക്യൂ ഇസ് ഈക്വൽ ടു √4 എന്ന് വരും. √4 എന്ന് വെച്ചാൽ എത്രയാണ്? 2 ആണ്. അപ്പോൾ പി മൈനസ് ക്യൂ ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 4 എന്ന് മാർക്ക് ചെയ്യുന്നു. ഇക്വേഷൻ നമ്പർ 3നെയും ഇക്വേഷൻ നമ്പർ 4നെയും അങ്ങോട്ട് സോൾവ് ചെയ്യുക. അതായത് നമുക്ക് ഇക്വേഷൻ നമ്പർ 3 പ്ലസ് ഇക്വേഷൻ നമ്പർ 4 ചെയ്യാം. ഈ രണ്ട് ഇക്വേഷനോട് ആഡ് ചെയ്യുക. അപ്പോൾ എങ്ങനെയായിരിക്കും വരിക നോക്കി? പിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2p കിട്ടും. ക്യൂ മൈനസ് ക്യൂ വരുമ്പോൾ ഈ രണ്ടും ക്യാൻസലായി പോകും. പിന്നെ അതിന് റൈറ്റ് സൈഡുകൾ തമ്മിൽ ആഡ് ചെയ്യുക, അതായത് 4 + 2, അതായത് 6 എന്ന് വരും. അതായത് പീൻ്റെ വാല്യൂ ഇവിടെ നമുക്ക് കിട്ടും 3 ന്യൂട്ടൺ എന്ന് കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യൂ കിട്ടുമല്ലോ. ക്യൂ എങ്ങനെ കിട്ടും? നമുക്കറിയാം പി ക്യൂ എന്ന് പറയുന്നത് എന്താണ്? 3 ആണെന്ന് അറിയാം. ക്യൂ ഇസ് ഈക്വൽ ടു 3 ഡിവൈഡഡ് ബൈ പി ചെയ്താൽ മതി അല്ലേ? അതായത് 3 ഡിവൈഡഡ് ബൈ പീൻ്റെ വാല്യൂ എത്രയാണ്? 3 ആണ്, അതായത് 1 ന്യൂട്ടൺ എന്ന് കിട്ടും. അതായത് പീൻ്റെ വാല്യൂ നമുക്ക് കിട്ടി എത്രയാണ്? 3 ന്യൂട്ടൺ എന്ന് കിട്ടി. ക്യൂവിൻ്റെ വാല്യൂ എത്രയെന്ന് കിട്ടി? 1 ന്യൂട്ടൺ എന്ന് കിട്ടി.